ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. പൊറോട്ട വെച്ചിട്ടാണ് ഞാൻ ഈ ഷവർമ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസിയാണ്. നമുക്ക് പൊറോട്ട വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കൂടെ കിടന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350-400 ഗ്രാമിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 300-350 ഗ്രാമൊക്കെ ചിക്കൻ എടുക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് ബോൺലെസ് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എല്ലോടെയുള്ള ചിക്കനും എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലിതിൽ നിന്നൊന്ന് വേർതിരിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഷവർമയിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. 1/4 ടീസ്പൂൺ നാരങ്ങനീരും 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടണം കേട്ടോ. ഞാനത് മറന്നതായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിലാണ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ടിട്ട് മറ്റേ വശം കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കണം. പറ്റി ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ. എങ്കിലേ നമുക്ക് ഇത് ഷവർമ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ചിക്കൻ പീസ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കാബേജ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം കക്കരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം ക്യാരറ്റും വേണം. അപ്പോൾ മൊത്തം 1/2 കപ്പോളാണ് ക്യാരറ്റും കാബേജും അതുപോലെ തന്നെ കക്കരിക്ക എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വീട്ടിലുണ്ടാവുന്ന മല്ലിയിലയാണ്. ഇനി ഒരു ബൗൾ എടുത്ത് നമുക്ക് ഈ ഒരു ചേരുവകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ക്യാരറ്റും കാബേജും കക്കരിക്കയും തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. ഇനി ഇത്
ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയണൈസ് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ഷവർമ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് പൊറോട്ട വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പർ ഞാൻ ഒന്ന് ചെറുതായിട്ട് ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിന് മുകളിലായിട്ട് പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മയണൈസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നത്. ഫില്ലിംഗ് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൊറോട്ട ഇതുപോലെ ഒന്ന് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അടിവശം ഒന്ന് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട കൊണ്ടുള്ള സ്പെഷ്യൽ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.